ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സുരക്ഷ ഒമാൻ ഇറാൻ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. RMA കേരളീയ പുരസ്കാരം ബിനു കെ സാമിന് സമ്മാനിച്ചു. ദോഫാർ ഖരീഫ് സന്ദർശനത്തിനിടെ റീൽസ് എടുക്കുന്നവർ ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നടപടി ഉറപ്പ്. സലാലയിലെ മുൻ പ്രവാസി നാട്ടിൽ നിര്യാതനായി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. പ്രാദേശിക സുരക്ഷയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവും സംബന്ധിച്ച് ഒമാനും ഇറാനും തമ്മിലുള്ള ഉന്നതതല ചർച്ച നടത്തി. മേഖലയിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. ശനിയാഴ്ച മസ്കത്തിൽ വെച്ചാണ് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങളും മേഖലയിലെ പുതിയ ചലനങ്ങളും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. മലയാള ഭാഷാ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് റൂവി മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ RMA കേരളീയ പുരസ്കാരം 2026 എഴുത്തുകാരനും കേരള സർക്കാർ മലയാളം മിഷന്റെ ആദ്യ രാജ്യാന്തര അധ്യാപക പരിശീലകനുമായ ബിനു കെ സാമിന് സമ്മാനിച്ചു. RMA സംഘടിപ്പിച്ച ലിറ്റിൽ ചാമ്പ്യൻസ് ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഫൈസൽ ആലുവ പുരസ്കാരവും 25,000 രൂപയും പ്രശസ്തി പത്രവും കൈമാറി. ജനറൽ സെക്രട്ടറി ഡോക്ടർ മുജീബ് അഹമ്മദ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. വിദ്യാഭ്യാസം, വ്യക്തിഗത വികസനം, മാനസികാരോഗ്യം, സാമ്പത്തിക അച്ചടക്കം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, കല, കായിക വിനോദം എന്നിവയെ സമന്വയിപ്പിച്ചായിരുന്നു കുട്ടികൾക്കായി മുഴുദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ, ടീം ബിൽഡിംഗ് ഗെയിമുകൾ, സർഗാത്മക പ്രവർത്തനങ്ങൾ, കലാപരിപാടികൾ, വ്യക്തിത്വ വികസന പരിപാടികൾ എന്നിവ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം സന്തോഷകരമായ അനുഭവവും സമ്മാനിച്ചു. ഒമാനിലെ സലാല ഉൾപ്പെടുന്ന ദോഫാറിൽ ഇപ്പോൾ ഖരീഫ് സീസണിന്റെ കാലമാണ്. സന്ദർശനത്തോടൊപ്പം വശ്യഭംഗിയാർന്ന പ്രകൃതിയുടെ കാഴ്ചകൾ റീലുകളായി ഫോണിൽ പകർത്തുന്നവരാണ് മിക്കവരും. എന്നാൽ ഖരീഫ് സീസണിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി. ദോഫാർ ഗവർണറേറ്റിൽ അനുമതിയില്ലാതെ വന്യജീവികളെ പിന്തുടരുന്നതും അവയുടെ സ്വാഭാവിക പ്രകൃതിയിൽ വെച്ച് ചിത്രീകരിക്കുന്നതും നിയമലംഘനമാണെന്ന് പരിസ്ഥിതി അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വന്യജീവികളുടെ സുരക്ഷയ്ക്കും പരിസ്ഥിതിക്കും ഭീഷണിയാകുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ കണ്ടന്റ് നിർമ്മിക്കുന്നതിനായി ചില ഇൻഫ്ലുവൻസർമാരും ക്രിയേറ്റർമാരും വന്യജീവികളെ പിന്തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കർശന മുന്നറിയിപ്പ് നൽകുന്നതെന്ന് അതോറിറ്റി വ്യക്തമാക്കി. സലാലയിൽ ദീർഘകാലം ദിവാനിൽ ജോലി ചെയ്തിരുന്ന തൃശൂർ സ്വദേശി അണ്ടത്തോട് വലിയകത്ത് മുഹമ്മദ് കുട്ടി നാട്ടിൽ നിര്യാതനായി. 25 വർഷക്കാലം സലാലയിൽ പ്രവാസിയായിരുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.